റാപ്പർ വേടൻ കഴിഞ്ഞ കുറേ നാളുകളായി വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം തുടർച്ചയായ ലൈംഗിക പീഡന പരാതികൾ വേടനെതിരെ രംഗത്ത് വരുന്നുണ്ട്. സർക്കാർ ഇടയ്ക്ക് വേടനെക്കുറിച്ച് പഠിക്കാൻ പാഠഭാഗങ്ങളിലൊക്കെ ഉൾപ്പെടുത്താൻ നീക്കം നടത്തിയിരുന്നു. പല സംഘടനകളും വേടന് പിന്തുണ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവരാരും മിണ്ടുന്നില്ല. എന്തുകൊണ്ടോ വേടൻ അവർക്കൊക്കെ അനഭിമിതനായിരിക്കുന്നു. വേടനെ പിന്തുണച്ചുകൊണ്ടുള്ള FB പോസ്റ്റുകളും ആദ്യകാലത്തെ പോലെ വരുന്നില്ല. അത് നമുക്കറിയാം. മയക്കുമരുന്ന് കൈവശം വശത്തിലും പുലിപ്പല്ലി കേസിലുമൊക്കെയാണ് വേടൻ പെട്ടത് എങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഗൗരവമുള്ള കേസുകളിലേക്ക് വേടൻ ചെന്ന് ചാടുകയാണ്. 2022 മുതൽ ഇങ്ങോട്ടുള്ള വിവിധ പരാതികളാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. പക്ഷേ ഇന്ന് കോടതി നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം വേടന് താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നാണ് ചോദ്യം. ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി അതിനെ കണക്കാക്കാനാവില്ല എന്നും വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത പരാതിക്കാരിയോട് ചോദിച്ചിരിക്കുകയാണ്. നിരവധി മീറ്റു ആരോപണങ്ങൾ വേടനെതിരെ ഉണ്ടായെന്ന് പരാതിക്കാരി പറഞ്ഞിട്ട് പോലും സമൂഹ മാധ്യമത്തിലൂടെ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഇത് തെളിയിക്കാനാകുമെന്ന് ചോദിക്കുകയാണ്. മാധ്യമവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കോടതിക്ക് തീരുമാനമെടുക്കാനാവില്ല എന്ന് പറഞ്ഞ കോടതി തെളിവുകൾ പരിഗണിച്ച് മാത്രമേ തീരുമാനമെടുക്കാനാവൂവെന്നും പറഞ്ഞു വെച്ചു. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. കാരണം നമുക്കറിയാം, ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പലതും ജെനുവിൻ കേസുകളുണ്ട്. ഇപ്പോൾ വേടൻ്റെ കാര്യം എടുത്താൽ ഒരുപക്ഷെ പെൺകുട്ടിയുടെയും കോട്ടയത്തെ ഡോക്ടറുടെയൊക്കെ പരാതി, ഇരകളുടെയൊക്കെ പരാതി വളരെ ജെനുവിനാണെന്ന് തോന്നും. അത്രത്തോളം പീഡന സ്വഭാവം പരാതികൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള നിയമ സംവിധാനങ്ങളുടെ പൊതുവെയുള്ളൊരു മനോഭാവം ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകൾ വേണമെന്ന് തന്നെയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് നല്ല സമയത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ ബന്ധം പിന്നീട് മോശമാകുമ്പോൾ പരാതിയുമായി വരുന്നതിനെ കോടതി ചോദ്യം ചെയ്യുന്നു. ആത്യന്തികമായി ഇത് ആർക്കാണ് സഹായം ചെയ്യുക? ഇതിനൊക്കെ വളരെ വ്യക്തമായ നിരീക്ഷണങ്ങളും വ്യക്തമായ നിയമ സംഹിതകളും ഒക്കെ വേണ്ടേ? നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ കോടതികൾ ഇങ്ങനെ പറയുമ്പോൾ സമൂഹത്തിൽ നിരവധി സംശയങ്ങൾ ഉയർന്നു വരുന്നില്ലേ?